ഇന്നത്തെ മത്സരത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഏർലിംഗ് ഹാലൻഡാണ്. ഹാലൻഡിന്റെ ചുമലിലേറിയായിരുന്നു നോർവേ ബ്രസീലിനെ വീഴ്ത്തിയത്. ലോകകപ്പിന്റെ ക്വാർട്ടറിൽ എത്തിയതുമെല്ലാം അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച മകന്റെ കഥ കൂടിയാണ് ഹാലൻഡിന്റേത്. അച്ഛന്റെ സ്വപ്നം മകനിലൂടെ സാക്ഷാത്കരിക്കുന്ന സുന്ദര സോക്കർ യാത്ര. ഒരു പഴയ കഥയിലേക്കാണ്. വർഷം 1994 ജൂൺ മാസം 28. ന്യൂജേഴ്സിയിലെ റൂദർഫോർഡ് സ്റ്റേഡിയം. വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ഇയിൽ അയർലാൻഡിനെതിരെ നോർവേയുടെ അവസാന മത്സരം. ഫൈനൽ വിസിൽ മുഴങ്ങി. ഗോൾരഹിത സമനില. പോയിന്റിൽ മറ്റ് ടീമുകൾക്കൊപ്പമായിരുന്നെങ്കിലും ഗോൾ വ്യത്യാസങ്ങളിലെ കണക്കുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക്. അന്ന് മധ്യനിരയിൽ നോർവേക്കായി പന്ത് തട്ടിയ താരത്തിന്റെ പേര് ആൽഫ് ഇംഗെ ഹലൻഡ്. 28 വർഷങ്ങൾക്ക് ശേഷം വിശ്വപോരാട്ടത്തിൽ നോർവേ കളിക്കുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ ആൽഫിംഗയുമുണ്ട്. സ്വന്തം നാടിൻ്റെ നേട്ടങ്ങൾ കാണാൻ, അതിലുപരി സ്വന്തം മകൻ്റെ ഒറ്റയാൻ പോരാട്ടത്തിന് സാക്ഷിയാകാൻ. താൻ ജനിച്ച ശേഷം ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന സ്വന്തം രാജ്യത്തിൻ്റെ ഓരോ നേട്ടങ്ങൾക്കുമപ്പുറം ആ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടികൾ കൂടി കയറുകയാണ് ഹാലൻഡ്. മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചു. ഇറാഖിനും സെനഗലിനുമെതിരെ 2 വീതം ഗോളുകൾ. ഐവറി കോസ്റ്റിനെതിരെ വിജയഗോൾ. ഒടുവിൽ ചരിത്രമായി മാറിയ പ്രീ ക്വാർട്ടർ പോരിൽ കാനറികളെ കെട്ടുകെട്ടിച്ചത് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ മികവിൽ. അച്ഛൻ പന്ത് തട്ടിയ അതേ സ്റ്റേഡിയത്തിൽ മകന്റെ തോളിലേറി നോർവേ കുതിക്കണമെന്നത് കാലത്തിന്റെ കാവ്യനീതിയാകാം. ആൽഫിന് നേടാനാകാതെ പോയ ആ കിരീടം രാജ്യത്തിന് സമ്മാനിക്കാൻ എർലിങ്ങിനാവുമോ? കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.